തോറ്റാൽ കെട്ടിക്കിടക്കില്ലെന്ന് പറയണത് ആരെന്നറിയാമോ? തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരൻ. എന്തുകൊണ്ടാണ് കെട്ടിക്കെടുക്കില്ല എന്ന് പറയുന്നത്, ആരെ ഉദ്ദേശിച്ചാണ് ഈ വിഷയം പറയുന്നത് എന്നുള്ളത് പരിശോധിച്ചാൽ വ്യക്തമാണ്. അത് നമ്മുടെ സുരേഷ് ഗോപിയേട്ടനെ തന്നെയാണ്. എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് നേരെ ഈ ഒരു അസ്ത്രം, ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കെ മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കാം? സിമ്പിൾ. 2019 ആദ്യമായിട്ട് സുരേഷ് ഗോപിയേട്ടൻ അവിടെ മത്സരിക്കാനായിട്ട് എത്തിയത്. അദ്ദേഹം പാർലമെന്റിലേക്കാണ് മത്സരിച്ചത്. അന്ന് 1,02,000 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന BJP-യുടെ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ വോട്ട് 2,93,000 ആക്കി അദ്ദേഹം വർദ്ധിപ്പിച്ചു. എന്നിട്ട് എന്താണ് അദ്ദേഹം ചെയ്തത്? ആ മണ്ഡലം വിട്ടുപോയോ? ഇല്ല. ആരുടെ നിർദ്ദേശപ്രകാരം അവിടെ പ്രവർത്തിച്ചു? നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അവിടെ പ്രവർത്തിച്ചു. എന്തിനു പ്രവർത്തിച്ചു? ആ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട്. എങ്ങനെ പിടിക്കും? വീണ്ടും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു. അദ്ദേഹം അവിടെ മത്സരിച്ചു. നിസാര വോട്ടുകൾക്കാണ്, 2000-ഓളം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. 3-ാം സ്ഥാനം ആയിരുന്നെങ്കിൽ പോലും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം അവിടെ തുടർന്നു. എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു. അത് തൃശ്ശൂരിന് പുറമെ മറ്റുള്ള ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. പലരും പറയും കൊല്ലത്ത് വേണ്ടാത്ത സുരേഷ് ഗോപിയെ എന്തിനാണ് തൃശ്ശൂർകാർക്ക് എന്നുള്ള ചോദ്യം. കൊല്ലത്തിനും തൃശ്ശൂരിനും ഒന്നുമല്ല ഏറ്റവും കൂടുതൽ അദ്ദേഹം സഹായം നൽകിയിരിക്കുന്നത്. അത് വയനാട്ടിലെ പാവപ്പെട്ട ആളുകൾക്കാണ്. വയനാട്ടിലെ സ്ഥിതി എന്താണെന്ന് അറിയാലോ. ഇവിടുത്തെ UDF-ഉം കോൺഗ്രസ് ഒക്കെ മാറി മാറി മത്സരിച്ച് ഭരിച്ച് ഒരു ജനങ്ങളെ എങ്ങനെയെല്ലാം തോൽവിയാക്കാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഭരണ സംവിധാനമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പൊ ഇതെന്തുമാവട്ടെ, പക്ഷെ ഇപ്പൊ മുരളി പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപിയെ പോലെ തോറ്റ് കഴിഞ്ഞിട്ടും ഞാൻ അവിടെ കെട്ടിക്കിടക്കില്ല. ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തോൽവിയോ പറയുക അല്ലെങ്കിൽ വിജയമോ എന്നുള്ളതാണോ ജനങ്ങളെ സേവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം? ജനങ്ങളെ ആ ഒരു ഇലക്ഷനിൽ അദ്ദേഹത്തെ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തിയിട്ടും അദ്ദേഹം അവിടെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റി. 2,93,000 ആളുകൾ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. വോട്ട് ചെയ്തോ? ആ ആളുകൾ എന്തിനു വേണ്ടി വോട്ട് ചെയ്തു? അവിടെ സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ആ ഉത്തരവാദിത്വം അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷവും കൃത്യമായിട്ട് പുലർത്തി എന്നുള്ളതാണ്. ഇപ്പോ എങ്ങനെ പോയാലും ഈ മുരളീധരൻ ഒരു 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിക്കുമേ, ഉറപ്പാണ്, ഒരു സംശയമില്ല. അപ്പോ ഈ 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് ചെയ്ത് 2-ാം സ്ഥാനമോ 3-ാം സ്ഥാനമോ, 1-ാം സ്ഥാനം എന്തായാലും കിട്ടാൻ പോകുന്നില്ല, തോൽവി അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. അപ്പോ 2-ാം സ്ഥാനം ആയിക്കോട്ടെ 3-ാം സ്ഥാനം ആയിക്കോട്ടെ, ഇത്രയും വോട്ട് പിടിക്കുന്ന മുരളിയെ സംബന്ധിച്ച് ആൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാർ ഇപ്പൊ ആരായി? ഏതെങ്കിലും ജില്ലയിലെ ജനങ്ങൾക്ക് അദ്ദേഹം നല്ല സേവനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി കേൾക്കാൻ സാധ്യതയുണ്ടോ? അതുമില്ല. അപ്പോ ഇതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ ശാപം. എന്തുകൊണ്ടാണ് 2014 തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തിയത്? കോൺഗ്രസ് മുക്ത ഭാരതം. അത് തങ്ങളുടെ ലക്ഷ്യമാണ്. ഒരു പരിധി വരെ അത് ചെയ്ത് തീർക്കാൻ സാധിച്ചു, ഒരു സംശയവുമില്ല. അപ്പോ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട പൊരുൾ എന്താണ്? ആ ഒരു ഘടകം എന്താണ്? ആ ഘടകത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ കെ മുരളീധരനെ പോലെയുള്ള മഹത് വ്യക്തികൾ. ഇവരാണ് ജനങ്ങളെ 5 വർഷം സേവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങാൻ വേണ്ടി നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി ഓരോ കസർത്തുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ പരാജയപ്പെടുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണെന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നു, ഒരു തർക്കവുമില്ല. അപ്പോ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നിരന്തരമായിട്ട് പറയും CPM BJP കോട്ടുമറിച്ചു, CPM BJP കോട്ടുമറിച്ചു. CPM-കാർ CPM-ന് എങ്ങനെ വോട്ട് ചെയ്യും? അല്ലെങ്കിൽ CPM-കാർ കോൺഗ്രസിന് ചെയ്യണം? CPM-ന് വോട്ട് ചെയ്യാൻ CPM-കാർ തയ്യാറല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരെങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്യും? അവരുടെ പാർട്ടി വോട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാന്ന്. അത്രക്ക് ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് LDF എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പിണറായി വിജയന്റെ ഭരണത്തിൽ ബോധ്യമായി. കൂടാതെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയടി, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയടിയായിട്ട്, നമ്മുടെ കേരളത്തിലല്ലാന്നുണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ഭരണ സംവിധാനത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ തന്നെ ഒരു ബാങ്കിനെ കട്ടുമുടിച്ചത് കരുവന്നൂരിലാണ്, തർക്കമില്ല. അപ്പൊ അവിടുത്തെ ജനങ്ങളൊക്കെ ഇനി എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവർ വോട്ട് ചെയ്യുക? ഒരു വിശ്വാസവുമില്ല. അപ്പൊ ആ വിശ്വാസത്തെ
അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോ ആ ഒരു വിശ്വാസമൊക്കെ തിരികെ കിട്ടണമെങ്കിൽ അവിടെ ആരുണ്ടാകണം? അവിടെ സുരേഷ് ഗോപി ഉണ്ടാവണം. സുരേഷ് ഗോപി ഉണ്ടാകണം എന്ന് പറഞ്ഞതിന്റെ കൃത്യമായിട്ടുള്ള പൊരുളാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ജയിച്ചു എന്നുള്ള തർക്കമില്ല. അതാണ് ഇടക്കിടക്ക് ഞാൻ തോറ്റു കഴിഞ്ഞാൽ ഇവിടെ കെട്ടിക്കെടുക്കില്ല, ഇനി അഥവാ ജയിച്ച് എന്താ പറയാ ഇനി ഞങ്ങൾ ഒരു 35,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ കെട്ടിക്കെടുക്കില്ല എന്നൊക്കെ പറയുന്നതിന്റെ കൂടെ തന്നെ മുരളീധരൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ഈ പ്രസ്താവനകൾ നടത്തുന്നത്? ഇത് തന്നെ പോയിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഉപരിയായിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു, തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ നമ്മുടെ KPCCയുടെ സംസ്ഥാന സമിതിയിൽ പോയി ഇരുന്നു കൊണ്ട് ഒരു പ്രസ്താവനയൊക്കെ നടത്തി. ഇവിടുത്തെ മുൻ MP ആയിട്ടുള്ള TN പ്രതാപൻ ഇലക്ഷൻ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചില്ല. രണ്ടാമത്തത് ജോസ് വെള്ളൂരാൻ, അദ്ദേഹം ഇവിടുത്തെ ഈ തൃശ്ശൂര് ജില്ലയുടെ DCC പ്രസിഡന്റാണ്. അപ്പോ ഈ DCC പ്രസിഡന്റും ഇവിടെ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലുള്ള വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രചരിപ്പിക്കൽ, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ശരിയാണ്, നമ്മളൊക്കെ തൃശ്ശൂർ വലിയ സമയം ഒരു 3-4 മാസം അവിടെ ഉണ്ടായിരുന്നാണ് പ്രചരണ പ്രവർത്തനങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായിട്ട് തന്നെ അവിടെയൊക്കെ നിലപാടുകൾ, വിഷയങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സജീവമായിരുന്നു. അപ്പോൾ ഇവിടെ എവിടെയും തന്നെ TN പ്രതാപനെ കണ്ടിരുന്നില്ല. TN പ്രതാപൻ സജീവമല്ലായിരുന്നു എന്നുള്ളത് ഈ പറയുന്ന മുരളീധരന് തന്നെ ബോധ്യപ്പെട്ടു. അപ്പൊ TN പ്രതാപനൊക്കെ സജീവം ആകാതിരുന്നതിന്റെ കാരണം എന്താണ്? മുരളിയെ തോൽപ്പിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഇതെല്ലാം നിരീക്ഷിച്ചിട്ടുണ്ട്. ഒന്ന് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് നശിച്ചാൽ അത് മറ്റൊന്നിന് വളമാകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോ TN പ്രതാപൻ വീണ് കഴിഞ്ഞാൽ അത് മുരളിക്ക് വളമാകും എന്നുള്ള ഒരു സംഭവമൊക്കെ ആയിരുന്നു. പക്ഷെ അത് നടക്കില്ല. ഈ TN പ്രതാപൻ മാറിയതും ഈ മുരളി വന്നതും അതോടൊപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാർ അവിടെ മത്സരിച്ചേക്ക് ആർക്കാണ് വളമായത് എന്നുള്ളത് ജൂൺ 4-ാം തീയതി നമ്മൾക്കറിയാം. അത് സുരേഷ് ഗോപിക്ക് മാത്രമാണ്. അപ്പോ ഈ കെട്ടിക്കെടുക്കാൻ താല്പര്യമില്ലാത്ത, ഇനി ഇവിടെ ജയിച്ചു പോന്നാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാകില്ല എന്ന് വാക്കാലെ ഈ രീതിയിൽ തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന നമ്മുടെ നാട്ടിലുള്ള മുരളീധരനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഈ നാടിന് തന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രയോജനവും ഇല്ലാത്ത ആളുകളാണെന്നുള്ളത് വ്യക്തമാണ് പ്രിയ സഹോദരങ്ങളെ, തർക്കമില്ല. ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നാലും ഇവിടെ ഒരാൾ മാത്രം ഈ വിഷയങ്ങളിലൊന്നും പെടാതെ, ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാതെ, ആരെയും വ്യക്തിഹത്യ ചെയ്യാതെ, മറ്റനാവശ്യ രീതിയിൽ വിമർശിക്കാതെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം കൃത്യമായിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് ആ വിഷയങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വിഷയം ഞാൻ പരിഹരിക്കാം, എന്നെ നിങ്ങൾ MP ആക്കൂ, ഞാൻ നിങ്ങളുടെ മുന്നിൽ പാലും തേനും ഒന്നും ഒഴുക്കുമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം, നിലവിലുണ്ടായിരുന്ന MP-മാരെക്കാളും എന്താണെങ്കിലും ഞാൻ ബെറ്റർ ആയിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അത് നിങ്ങളുടെ മുന്നിൽ തെളിയിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ഇതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂരിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച യഥാർത്ഥ തിരഞ്ഞെടുപ്പ് പ്രചരണ ആശയം. തർക്കമില്ല. അതുകൊണ്ട് ആരിവിടെ ഏത് തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി പരാജയം ഇപ്പോൾ തന്നെ സമ്മതിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്താലും തൃശ്ശൂരിലെ ജനങ്ങൾ അവർ വിധിയെഴുതി കഴിഞ്ഞിരിക്കുകയാണ്. SG 4 പാർലമെന്റ്. വന്ദേ മാതരം.